നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പൈൽസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മൂലക്കുരു. പൈൽസ് അഥവാ അർഷസ് എന്നത് മലദ്വാരത്തിൻ്റെയും മലാശയത്തിൻ്റെയും ഭാഗത്തുള്ള രക്തക്കുഴലുകൾ വീർത്ത് വലുതാകുന്ന അവസ്ഥയാണ്. ഇത് സാധാരണയായി ഹെമറോയിഡ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. മലവിസർജന സമയത്ത് അമിതമായ സമ്മർദ്ദം ഉണ്ടാകുന്നത് മൂലം ഈ രക്തക്കുഴലുകൾ വീർക്കുകയും വേദന, രക്തസ്രാവം, ചൊറിച്ചിൽ എന്നിവയുണ്ടാവുകയും ചെയ്യാം. ചിലരിൽ കുറേ കാലമായിട്ട് വയറുറച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കുന്ന പ്രഷറിൻ്റെ ഫലമായിട്ട് ഇങ്ങനൊരു അസുഖം ഉണ്ടാകാം. അല്ലെങ്കിൽ ലേഡീസിൽ പ്രഗ്നൻസിയുടെ സമയത്തോ അതിന് ശേഷമോ മൂലക്കുരു ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പൈൽസ് വിവിധ തരത്തിലുണ്ട്. ഇൻറ്റേർണൽ പൈൽസും എക്സ്റ്റേണൽ പൈൽസും. ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറയുന്നത് മലാശയത്തിനുള്ളിൽ ഉണ്ടാക്കുന്നതാണ്. തുടക്കത്തിൽ വേദന കുറവായിരിക്കും. മലവിസർജന സമയത്ത് രക്തസ്രാവം കാണാം. ഗുരുതരമായാൽ പുറത്തേക്ക് ഇറങ്ങി വരാം. എന്നാൽ എക്സ്റ്റേണൽ പൈൽസ് മലദ്വാരത്തിൻ്റെ പുറംഭാഗത്തുണ്ടാകുന്നതാണ്. വേദന, ചൊറിച്ചിൽ, വീക്കം എന്നിവ ഇതിന് കൂടുതലായിരിക്കും. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും അസ്വസ്ഥതയുണ്ടാകാം. പൈൽസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ: ദീർഘകാല മലബന്ധം, കഠിനമായ മലം തള്ളൽ, കുറഞ്ഞ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കൽ, വെള്ളം കുറച്ചു കുടിക്കൽ, ഏറെ സമയം ഇരുന്ന് ജോലി ചെയ്യൽ, ഗർഭകാലം, അമിതവണ്ണം, വ്യായാമക്കുറവ്, ജനിതക സ്വഭാവം, മസാലയും ഫാസ്റ്റ് ഫുഡും കൂടുതലായി കഴിക്കൽ എന്നിവയാണ്. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ: മലവിസർജന സമയത്ത് രക്തസ്രാവം, മലദ്വാരത്തിൽ വേദന, ചൊറിച്ചിൽ, കുരുപോലെയുള്ള വീക്കം, ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത, മലം പൂർണ്ണമായും പോകാത്ത അനുഭവം, കത്തുന്ന പോലെ തോന്നൽ, അതായത് ഒരു പുകച്ചിൽ അനുഭവപ്പെടും അകത്ത്. ചിലർക്ക് മലം പാസ് ചെയ്യുന്ന സമയത്ത് മാത്രം ഒരു കുരു പുറത്തോട്ട് വരികയും പിന്നീട് അത് അകത്തോട്ട് പോവുകയും ചെയ്യും. ചിലർക്ക് ആ കുരു പുറത്ത് വന്നാൽ വീണ്ടും നമ്മൾ പുറത്തുനിന്ന് പ്രഷർ കൊടുക്കേണ്ടി വരും അകത്തോട്ട് കയറിപ്പോകാൻ. ചിലർക്ക് ആ കുരു പുറത്ത് തന്നെ വന്ന് നിൽക്കുന്നതായിട്ട് ഉണ്ടാകും. അത് ഒരു കുരുവോ 2 കുരുവോ 3 കുരുവോ ഉണ്ടാകാം. അത് രോഗത്തിൻ്റെ സിവിയാരിറ്റി അനുസരിച്ച് എണ്ണത്തിൽ വ്യത്യാസം വരാം. പൈൽസിൻ്റെ ഗ്രേഡ് 1 ഏറ്റവും തുടക്കത്തിലെ ഗ്രേഡിൽ ചെറിയ വീക്കം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് പുറത്തോട്ട് വരണമെന്ന് പോലുമില്ല. ഗ്രേഡ് 2 മലം പോകുമ്പോൾ ഇത് പുറത്തോട്ട് വരികയും പിന്നീട് സ്വയം അകത്തോട്ട് കയറി പോവുകയും ചെയ്യും ഈ കുരു. ഗ്രേഡ് 3 ഇത് പുറത്ത് വന്ന് കൈകൊണ്ട് നമ്മൾ അകത്തോട്ട് പ്രഷർ ചെയ്താക്കേണ്ടി വരും. ഗ്രേഡ് 4 സ്ഥിരമായി പുറത്ത് തന്നെ ആയിരിക്കും. ഗുരുതരമായ വേദനയും അസ്വസ്ഥതയും ഉണ്ടാകും. പൈൽസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ: അനീമിയ ഉണ്ടാകാം, ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് കൊണ്ട്, ശക്തമായ വേദന, ഇൻഫെക്ഷൻ, രക്തക്കട്ടി ഉണ്ടാവൽ, ദിവസേനയുള്ള ജീവിതത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. പൈൽസ് ഒഴിവാക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിൽ കൂടുതൽ ഫൈബറുള്ള ഭക്ഷണം കഴിക്കുക, പച്ചക്കറികൾ, പഴങ്ങൾ, ഓട്സ്, മുഴുവൻ ധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ കഴിക്കുക. ദിവസവും ധാരാളം വെള്ളം കുടിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ജീവിതശൈലിയിൽ ദിവസേന വ്യായാമം ചെയ്യുക, മലബന്ധം ഒഴിവാക്കുക, ടോയ്ലറ്റിൽ ഏറെ സമയം ഇരിക്കുന്ന ശീലം ഒഴിവാക്കുക, അമിതമായ മലം പ്രഷർ കൊടുത്ത് തള്ളാതിരിക്കുക, ശരീരഭാരം നിയന്ത്രിക്കുക. അതായത് ഇപ്പം നിങ്ങൾ പൈൽസിന് മരുന്നെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മലം ഉറച്ചു പോകുന്നത് കാരണമാണ് മൂലക്കുരു വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻ കൂടി എടുക്കുക. നിങ്ങളുടെ രോഗകാരണത്തെ കൂടി ചികിത്സിക്കുക. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരോട് നമ്മൾ പൊതുവേ പറയാറ്, നിങ്ങൾക്ക് നല്ല ആശ്വാസമുണ്ടാകും. എന്നാൽ അസുഖം മാറി ഒരു 6 മാസത്തിന് മൂലം അമിതമായിട്ട് വെയിറ്റ് എടുക്കാതെയും അതുപോലെ തന്നെ വയറുറച്ചു പോകാതെയും പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയാറുണ്ട്. അതിന് രാത്രി അത്യാവശ്യം നല്ല ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് നാര് കൂടിയ പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഹോമിയോപ്പതിയിൽ രോഗിയുടെ ലക്ഷണങ്ങൾ, വേദനയുടെ സ്വഭാവം, രക്തസ്രാവം, മലബന്ധം, മാനസികാവസ്ഥ എന്നിവയെല്ലാം വിലയിരുത്തിയാണ് നമ്മൾ മെഡിസിൻ സെലക്ട് ചെയ്യുന്നത്. ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകളുണ്ട്. അത് നിങ്ങളുടെ പൈൽസിൻ്റെ ടൈപ്പിനനുസരിച്ച്, ബ്ലീഡിംഗ് ഉള്ള ടൈപ്പിലാണോ പുറത്തോട്ട് വരുന്ന ടൈപ്പിലാണോ എല്ലാം അനുസരിച്ച് നിങ്ങളുടെ ലക്ഷണങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ മരുന്നുകൾ തീരുമാനിക്കുന്നത്. ഫലപ്രദമായ റിസൾട്ട് കിട്ടുന്ന അസുഖം തന്നെയാണ് പൈൽസ് അഥവാ മൂലക്കുരു. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഏറ്റവും തൊട്ടടുത്ത ഹോമിയോ ഡോക്ടറെ സമീപിക്കുകയോ അല്ലെങ്കിൽ ഓൺലൈൻ സേവനങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡ്യൂഡ്രോപ്സ് ഹോമിയോപ്പതിയെ ബന്ധപ്പെടുകയോ ചെയ്യാം. നിങ്ങളുടെ മരുന്നുകൾ ഓൺലൈൻ കൺസൾട്ടേഷന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ വീടുകളിലോട്ട് എത്തിച്ച് നൽകുന്നതായിരിക്കും.